ഇനി നമ്മുടെ വിഷയം ഖുർആൻ ആൻഡ് സയൻസ് ആണ്, ഖുർആനും ശാസ്ത്രവും. ഈ ഖുർആനും ശാസ്ത്രവും എന്നുള്ള വിഷയത്തിൽ എങ്ങനെയാണ് ഇങ്ങനെയുള്ളൊരു ദിവ്യഗ്രന്ഥം ശാസ്ത്രവുമായി ബന്ധപ്പെടുക? ശാസ്ത്രം നമുക്കറിയാം. എന്താണ് ശാസ്ത്രം എന്നുള്ള ചോദ്യം? ആ ചോദ്യത്തിന് പല രീതിയിലുള്ള ഉത്തരങ്ങൾ നൽകുന്ന ആളുകളുണ്ട്. എന്തായിരുന്നാലും പൊതുവായി നമുക്ക് ഭൗതികമായ അന്വേഷണമാണ് ശാസ്ത്രം എന്ന് പറയാം. പദാർത്ഥ ലോകത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ്, പഠനമാണ് ശാസ്ത്രം. ഒന്നാമതായി പരിശുദ്ധ ഖുർആൻ പഠനത്തിന്, അന്വേഷണത്തിന് ആഹ്വാനം ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇല السماء കൈഫ റുഫിഅത് വഇല الجبال കൈഫ നുസിബത് വഇല الأرض കൈഫ സുതിഹത്. ഖുർആൻ ആഹ്വാനം ചെയ്യുകയാണ്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ല, അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടുവെന്ന്. അവർ ഉപരിലോകത്തേക്ക് നോക്കുന്നില്ല, അതെങ്ങനെയാണ് ഉയർത്തപ്പെട്ടത് എന്ന്. അവർ പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ല, അതെങ്ങനെയാണ് നാട്ടി നിർത്തപ്പെട്ടിട്ടുള്ളത് എന്ന്. അവർ ഭൂമിയിലേക്ക് നോക്കുന്നില്ല, അതെങ്ങനെയാണ് വിധാനിക്കപ്പെട്ടിട്ടുള്ളത് എന്ന്. ഇങ്ങനെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലൂടെ കണ്ണോടിച്ചാൽ സട്ടാവായ തമ്പുരാന്റെ അസ്തിത്വത്തെ അറിയാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുവാൻ ഖുർആൻ അടിക്കടി ആഹ്വാനം ചെയ്യുന്നു. ഒന്ന്, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ ശാസ്ത്രീയമായ അന്വേഷണത്തിന്, പഠനത്തിന് പരിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. രണ്ടാമതായി, പ്രാപഞ്ചിക പഠനം നടത്തുന്നവരാണ് ബുദ്ധിയുള്ളവരും ഭക്തരുമെന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ അർളി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. പരിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആല ഇംറാനിലെ 190-191 വചനങ്ങളാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ആ ചിന്തിക്കുന്ന ആളുകൾ നിന്നും കിടന്നും ഇരുന്നുമെല്ലാം ദൈവത്തെ സ്മരിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് ദൈവത്തെ സ്മരിക്കുന്നത്? നിന്നാലും കിടന്നാലും ഇരുന്നാലും അല്ല അവർക്ക് കാണാൻ കഴിയുന്നത് സൃഷ്ടാവായ തമ്പുരാന്റെ അത്ഭുതകരമായ സൃഷ്ടി വൈഭവമാണ്. അതുകൊണ്ട് തന്നെ പടച്ചോനെ കുറിച്ച് ഓർക്കാതിരിക്കാൻ അവർക്ക് കഴിയില്ല. എല്ലായിടത്തും പടച്ച തമ്പുരാന്റെ ആ സൃഷ്ടി വൈഭവമാണ് അവർ കാണുക. എന്നിട്ട് ഈ സൃഷ്ടി പ്രപഞ്ചത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അവർ പറയും, പടച്ചവനെ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല, അതുകൊണ്ട് പടച്ചവരെ സത്യനിഷേധികൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള നരകത്തിരുന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഖുർആൻ പറയുന്ന രണ്ടാമത്തെ കാര്യം, ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറയുന്നത് പ്രപഞ്ച പഠനം നടത്തുന്നത് ബുദ്ധിയുള്ളവരാണ്, ചിന്തിക്കുന്നവരാണ് എന്നാണ്. മൂന്നാമതായി, ചിന്തിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് എന്ന് ഖുർആൻ പറയുന്നു. വലഖദ് ദറഅനാഹും മിൻ കുല്ലി മിനൽ ജിന്നി വന്നാസി എന്ന് തുടങ്ങുന്ന വചനം, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ഒരു വിഭാഗമുണ്ട്, അവർക്ക് നരകമാണ്. അവരുടെ സവിശേഷത എന്താണ്? അവരുടെ സവിശേഷത, അവർക്ക് ബുദ്ധിയുണ്ട്, അവർക്ക് മനസ്സ് പടച്ചോൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ചിന്തിക്കണില്ല. കണ്ണു കൊടുത്തിട്ടുണ്ട്, പക്ഷെ കാണുന്നില്ല. കാത് കൊടുത്തിട്ടുണ്ട്, പക്ഷെ കേൾക്കുന്നില്ല. കണ്ണും കാതും ചിന്താശേഷിയും നൽകിയിട്ട് അവ ഉപയോഗിക്കാത്ത, ചിന്തിക്കാതെ വെറുതെ ഇരിക്കുന്ന ആളുകൾക്ക് നരകമാണെന്നാണ് ഖുർആൻ പറയുന്നത്. ചിന്തിക്കണം, ബുദ്ധി ഉപയോഗിക്കണം. ബുദ്ധി എവിടെയെങ്കിലും പണയം വെക്കല്ല വേണ്ടത്. എല്ലാവരും പറയുന്നത് ശരി തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കല്ല വേണ്ടത്. മറിച്ച് അതിൽ എന്ത് ശരി എന്ന് അന്വേഷിക്കുവാൻ, പഠിക്കുവാൻ ശാസ്ത്രീയമായ ബുദ്ധി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിത വീക്ഷണത്തിന്റെ, ജീവിത വിജയത്തിന്റെ കാര്യത്തിൽ നമ്മൾ ബുദ്ധി ഉപയോഗിക്കും. ഒരു മാത്തമാറ്റിക്സ് പഠിച്ച ഒരാള് 2 × 2 4 എന്ന് പറയുമ്പോ മറ്റൊരാൾ 2 × 2 3 എന്ന് പറയുമ്പോൾ അയാൾ അംഗീകരിക്കില്ല. അപ്പോൾ കണക്കും പഠിച്ചിട്ടില്ല, എനിക്കൊന്നും അറിയാത്ത ഞാൻ പറയാണെന്ന് വിചാരിക്കുക. 2 × 2 4 ഇയാൾ പറയുന്നു, 2 × 2 3 ഇയാളും പറയുന്നു. രണ്ടും ശരിയാകാം, രണ്ടും ശരിയാണ്. അപ്പൊ മറ്റേ ആളാകട്ടെ 2 × 2 3 എന്ന് വാദിക്കുന്ന ആളാകട്ടെ, അയാൾ പറയാണ് 2 × 2 4 ഞാൻ അംഗീകരിക്കാം, 3 ഇച്ചു അംഗീകരിക്കും. നമ്മളെ ഒരു കോംപ്രമൈസിലെത്തുക. അപ്പൊ ഇയാൾ പറയാ, ആ കോംപ്രമൈസ് നമുക്ക് പറ്റൂല, കാരണം ഇതാണ് ശരി. ഇയാളെന്താ, ഞാൻ ഇത് രണ്ടും അറിയാത്ത ഞാൻ നീച്ചിട്ട് പറയാ, ഇയാളെന്താ ഈ ജഡത്വം, ഇയാൾക്ക് എന്താ ഇത്ര വലിയ ഭാഷി, ഇയാളുടെ 4 ഇയാൾ അംഗീകരിച്ചില്ലടോ, 3 എനിക്കും അംഗീകരിച്ചൂടെ എന്ന് ചോദിക്കുന്ന വിവരക്കേട് ഭൗതികമായ വിഷയത്തിൽ നമ്മൾക്കില്ലാത്തതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ കാര്യത്തിലും നമുക്കുണ്ടായിക്കൂടാ. പഠിക്കണം, മനസ്സിലാക്കണം, ചിന്തിക്കണം, കാണണം, അറിയണം, അന്വേഷിക്കണം. എന്നിട്ട് സത്യം എന്ത് എന്ന് നമ്മൾ തീരുമാനിക്കണം. ഇതാണ് പരിശുദ്ധ ഖുർആൻ പിന്നീട് പറയുന്ന കാര്യം.
മറ്റൊരു കാര്യം, മതം എന്നുള്ളത് മുൻപ് കാലത്ത് അടിച്ചേൽപ്പിക്കുന്ന ഏർപ്പാടായിരുന്നു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഓരോരുത്തരും ചിന്തിച്ച് തെരഞ്ഞെടുക്കേണ്ടതാണ് മതം. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഗയ്. മതത്തിൽ യാതൊരു നിർബന്ധവുമില്ല, എല്ലാവരും സത്യം അസത്യത്തിൽ നിന്ന് വേർതിരിഞ്ഞിരിക്കുന്നു. ആരെങ്കിലും മതം ആരെയെങ്കിലും അടിച്ചേൽപ്പിക്കേണ്ട തത്വമല്ല. ഇത് എന്തുകൊണ്ട് ശാസ്ത്രവുമായി ബന്ധപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് പിന്നീട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാകും. അത് മാത്രം തന്നെ ഒരു വലിയ വിഷയമാണ്. ഞാൻ സമയം പരിമിതമായതുകൊണ്ട് അങ്ങോട്ട് കൂടുതൽ കടന്നു പോകുന്നില്ല.